ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? ഇന്ന് രാവിലെ അമ്പലത്തിൽ പോയി. മിക്കവാറും ദിവസം ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോഴേ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞായിരിക്കും തുടങ്ങുന്നത്. അല്പം ഈശ്വരവിശ്വാസം കൂടുതലുള്ള കൂട്ടത്തിലാണ് കേട്ടോ. മിക്കവാറും ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോകാറുണ്ട്. ഇന്ന് ഞാൻ ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു അമ്പലത്തിലാണ് പോയത്. അഗസ്ത്യക്കോട് ശ്രീ മഹാദേവ ക്ഷേത്രം. അവിടെ ഉത്സവമാണ്. ഇന്ന് കൊടിയേറ്റാണ്. ശിവരാത്രിയുടെ അന്നാണ് ഉത്സവം. രാവിലെ അമ്പലത്തിൽ പോയി പൂജകളൊക്കെ കണ്ട് തൊഴുതു തിരിച്ചു വന്നു. പിന്നീട് ഉച്ചക്കലത്തേക്കുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്ന തത്രപ്പാടിലായിരുന്നു. ഇന്ന് ചക്ക അവിയൽ, ചീരത്തോരൻ, പുളിശ്ശേരി, മീൻകറി. ഇത്രയാണ് ഇന്നത്തെ ഉച്ചക്കലത്തെ ഊണിനുള്ള കറികൾ. അതെല്ലാം കഴിച്ചിട്ടാണ് ഞാനിവിടെ വന്ന് വീഡിയോ ആയിട്ട് നിങ്ങളുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് കരുതി. ഇപ്പോൾ ചക്കയുടെ സീസൺ ആണല്ലോ. ഇഷ്ടംപോലെ ചക്ക എല്ലാ പ്ലാവിലും ഉണ്ട്. മിക്കവാറും ആൾക്കാർക്ക് ചക്ക വിളഞ്ഞ്, കുറച്ച് പേർക്കൊക്കെ ചക്ക വിളഞ്ഞിട്ടില്ല, എങ്കിലും എല്ലാവർക്കും ചക്കയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ചക്കയൊന്നും വേണ്ടല്ലോ. ചക്കയും വേണ്ട, മാങ്ങയും വേണ്ട, ഒന്നും വേണ്ട. കുറച്ച് പഴയ ആൾക്കാർക്ക് മാത്രമേ ചക്കയൊക്കെ കറി വെച്ച് കഴിക്കുന്നുള്ളൂ. കുട്ടികൾക്കൊക്കെ പഴുത്ത ചക്ക പോലും വേണ്ട. പഴുത്തയൊക്കെ ആണെങ്കിൽ 1 ചുള 2 ചുള, അതിൽ കൂടുതലൊന്നും ആർക്കും വേണ്ട. ഇപ്പോഴത്തെ തലമുറക്കാർക്കെല്ലാം ബേക്കറി സാധനങ്ങളാണ് ഇഷ്ടം. പപ്സ്, പിസ്ത, പിന്നെ ഡയറി മിൽക്ക്, മുട്ടായി, അതേപോലത്തെയൊക്കെയാണ് അവർക്കൊക്കെ ഇഷ്ടം. 4 മണിയാകുമ്പോഴത്തേനും അമ്മമാർ ഈ ബേക്കറിയിൽ നിന്നുള്ള സാധനങ്ങളാണ് വാങ്ങിച്ച് കൊടുക്കുന്നത്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികൾക്ക് വൈകിട്ട് വന്നാൽ വേറെ ഒന്നും കഴിക്കാൻ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മളുടെ കാലഘട്ടത്തിൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചക്ക വേവിച്ചതോ കപ്പ പുഴുങ്ങിയതോ ഒക്കെ അല്ലേ നമ്മളൊക്കെ കഴിക്കുന്നത്. നമുക്കതൊക്കെ ഒരു വലിയ സന്തോഷമായിരുന്നു അന്ന്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും താല്പര്യമില്ല. പിന്നെ ചക്ക വറുത്ത് വെക്കാം, ചക്ക വരട്ടി, കുറേ അങ്ങനെ പഴുത്ത ചക്ക വരട്ടിയൊക്കെ വെക്കുന്നുണ്ട് ഇപ്പം. ചക്ക വറുത്തൊക്കെ കൊടുത്താൽ കുട്ടികൾ കുറച്ചൊക്കെ കഴിക്കും. അല്ലാതെ അവർക്ക് വലിയ താല്പര്യമില്ല ഇതിലൊന്നും. മാങ്ങ, അതേപോലെ ഈ മാങ്ങയുടെ സീസണിൽ നമുക്ക് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ മാങ്ങ എറിഞ്ഞിട്ട് പിള്ളേർ ഉപ്പും മുളകും ഒക്കെ അതിനകത്ത് പുരട്ടി നമ്മൾ ക്ലാസ്സിലൊക്കെ ഇരുന്ന് തിന്ന കാലഘട്ടമൊക്കെ ഓർക്കുമ്പോൾ എന്ത് രസം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ ഒരു സാഹചര്യവും ഇല്ല. അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്ത് ഇറക്കത്തുമില്ല. ഇല്ല, സ്കൂൾ ബസ്സിൽ കയറി അതിൽ പോകും, അവിടെ ഇരിക്കും, തിരിച്ചു വരും. എന്നല്ലാതെ നമ്മുടെ കാലഘട്ടത്തിലെ കുട്ടികളുടെ കണക്കൊരു സ്വാതന്ത്ര്യമൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് സ്കൂളിലും കിട്ടുന്നില്ല. അതുപോലെ തന്നെ മാങ്ങയൊന്നും ഇപ്പോഴത്തെ അമ്മമാർ കൊടുക്കത്തുമില്ല. അവർക്ക് വയറുവേദന എടുക്കുമെന്നൊക്കെ പറഞ്ഞ് പച്ചമാങ്ങയൊന്നും കൊടുക്കത്തില്ല. നമ്മളൊക്കെ പച്ചമാങ്ങയും പച്ചച്ചക്കയും പച്ച കപ്പയും എല്ലാം തിന്ന് കിടന്നിട്ടുണ്ട്. ആർക്കും ഒരു വയറിന് അസുഖം വന്നിട്ടില്ല, ഒന്നും വന്നിട്ടുമില്ല. പിന്നെ അതേപോലെ പച്ചക്കറികളൊന്നും അന്ന് നമ്മളങ്ങനെ വാങ്ങിക്കാറില്ലല്ലോ. വാങ്ങിക്കുന്ന അപൂർവം ഉരുളൻകിഴങ്ങോ അല്ലെങ്കിൽ സവാളയോ അതൊക്കെയാണ് വാങ്ങിക്കുന്നതല്ലാതെ മിക്കവാറും ദിവസവും നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള എന്തെങ്കിലും കാണുമല്ലോ, അതൊക്കെ തന്നെയായിരുന്നു എല്ലാവരും കറി വെച്ചുകൊണ്ടിരുന്നത്. മിക്കവാറും വീടുകളിൽ ചക്ക, കൂമ്പ്, അതേപോലെ കായ, ഏത്തക്കായ, കൊച്ചു ഈ പാളയം തോടനെ, ഞാലിപ്പൂവനെ എല്ലാവരുടെ വീട്ടിലും അതൊക്കെ തൊടിയിൽ കാണും. അതിനകത്ത് അത് കൊണ്ടുവന്നായിരുന്നു എല്ലാവരും കറി വെക്കുന്നത്. അതുപോലെ മുളകുകളായാലും കാന്താരി മുളക്, മറ്റേ മുളക് എല്ലാം നമ്മുടെ പറമ്പിലെല്ലാം കാണും. ഇപ്പോൾ ഈ റബ്ബർ വന്നതിലോടുകൂടിയാണ് കൂടുതൽ ആൾക്കാർക്ക് സ്ഥലത്ത് കൃഷി കുറഞ്ഞു പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. റബ്ബറിൻ്റെ ഇടയിലൊന്നും അങ്ങനെ പിടിക്കത്തില്ലല്ലോ. പിന്നെ തേങ്ങ എല്ലാവരുടെ വീട്ടിലും കാണും. അങ്ങനെ പുറത്തുനിന്ന് അധികം നമ്മൾ പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കുന്നത് അപൂർവമായിട്ടായിരിക്കും. അല്ല ഓണമോ അല്ലെങ്കിൽ വിഷുവോ ഒക്കെ വരുമ്പോൾ മാത്രം കുറച്ച് പച്ചക്കറി വാങ്ങിക്കാറേ ഉള്ളൂ. എന്ന് വെച്ചാൽ അന്ന് അമരയ്ക്ക അതേപോലെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അമരയ്ക്ക, തക്കാളിപ്പഴമൊക്കെ സാമ്പാർ വെക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് പച്ചക്കറി വാങ്ങിക്കും. അല്ലാതെ ചേന, ചേമ്പ് എല്ലാം വീട്ടിൽ തന്നെ കാണും. ഇപ്പോഴും നമ്മൾ കുറച്ചൊക്കെ കൃഷി ചെയ്താൽ നമ്മുടെ വീടുകളിൽ എല്ലാം ഉണ്ടാവും, ഇല്ലെന്നൊന്നും പറയണ്ട. ഗ്രോ ബാഗിൽ എല്ലാം, ഇപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തവർക്ക് ഗ്രോ ബാഗിൽ നട്ട് പിടിപ്പിച്ചാൽ എല്ലാ കൃഷിയും ഉണ്ടാവും. അതുപോലെ തന്നെ പയറായാലും വഴുതനങ്ങ, പിന്നെ ഇവിടെ ഞങ്ങൾ അതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട് കുറേയൊക്കെ. എല്ലാം നമുക്കുണ്ടാകും. ഇങ്ങനെ ചേന വരെ പൂള് വെട്ടി നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് നട്ടാൽ നല്ല വലിയ ചേന പിടിക്കും. ഇഞ്ചി എല്ലാം പിടിക്കുന്നുണ്ട്. അത് കുറച്ചൊന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ. അത് ഇപ്പോൾ സമയമില്ല എന്നുള്ള കാര്യത്തിൽ എല്ലാവരും അങ്ങ് ഒഴിവാക്കി വീടെല്ലാ പച്ചക്കറിയും ഈ വിഷമടിച്ച പച്ചക്കറിയെല്ലാം വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതാണ് വീടുകളിൽ കുറച്ചൊക്കെ പച്ചക്കറി എല്ലാ വീട്ടമ്മമാരും നട്ടുപിടിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ഇപ്പോൾ ഉദ്യോഗസ്ഥരായാലും അവർക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ. ആ സമയത്ത് എപ്പോഴെങ്കിലും കുറച്ച് ഒരു 10 ഗ്രോ ബാഗ് ആയാലും മതി.
അതിൽ നട്ട് അവരവരുടെ ആവശ്യത്തിനുള്ള പച്ചമുളകായാലും അതുപോലെ തന്നെ ഈ തക്കാളി പിന്നെ വഴുതനങ്ങ ഒക്കെ നട്ടുപിടിപ്പിക്കാം. ഈ 3 സെൻറ്റിലൊക്കെ ഓരോരുത്തർ എന്തുമാത്രം കൃഷി വെച്ച് ഉണ്ടാക്കുന്നതൊക്കെ നമുക്ക് ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തർ ഇട്ടേക്കുന്നത് കാണും. അങ്ങനെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അല്ല, എല്ലാവരും അവരവരുടെ ആവശ്യത്തിനുള്ള കുറച്ചൊക്കെ പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കണം. ഈ അമരപ്പയറൊക്കെ നട്ടാൽ ഇഷ്ടംപോലെ അമരയ്ക്ക പിടിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമരയ്ക്ക, ഒരുപാട് അമരയ്ക്ക പിടിച്ചു. അതുപോലെ കോവലൊക്കെ പടത്തി നല്ല വെയിലുള്ളിടത്തോട്ടൊന്ന് പടത്തി വിട്ടു കൊടുത്താൽ മതി. അല്പം സൂര്യപ്രകാശവും കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുത്താൽ ഒരുപാട് ഈ വരവ് വളം മേടിച്ച് ഇട്ട് കൊടുക്കാതെ എല്ലുപൊടിയോ ചാണകപ്പൊടി അതേപോലെ കരിയില ഉണങ്ങിയത് നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് ഇതൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ഉണ്ടാവും. കോവയ്ക്കൊക്കെ വെയിൽ സമയമുള്ള സമയത്ത് ഇഷ്ടം പോലെ ഉണ്ടാവും. പണ്ടൊക്കെ ആരും ഒന്നും വാങ്ങിക്കത്തില്ലായിരുന്നു. നെല്ലിന് മിക്കവാറും വീടുകളിൽ വയലിൽ കൃഷി കാണും. പുളി എല്ലാ വീട്ടിലും ഒരു പുളി കാണും, അല്ലെങ്കിൽ ഒരു പിണറപ്പുളിയുള്ള വീടുകളുണ്ട്, അല്ല സാധാരണ പുളിയുള്ളവരുണ്ട്. അതൊക്കെ ഉച്ചയാകുമ്പോൾ അമ്മൂമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർക്ക് പുളിയൊക്കെ പിറക്കി വെക്കുക, അത് പിന്നെ കുത്തുക, പുളി കുത്തി അതിൻ്റെ അരി എടുക്കുക, അതൊക്കെ അവർക്കൊക്കെ എപ്പോഴും ജോലി ആയിരിക്കുന്നു. അതൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം എല്ലാം വാങ്ങിച്ച് പൈസയുണ്ട്, എല്ലാം വാങ്ങിക്കുക എന്നുള്ളതാണ്. ആർക്കും മെനക്കെടാനും വയ്യ, ഒന്നും വയ്യ. പുളിയൊക്കെ ഇപ്പം അപൂർവമായിട്ടൊക്കെ ഉള്ളൂ, എല്ലാ വീടുകളിലും ഒന്നുമില്ല. പക്ഷേ പച്ചക്കറികളൊക്കെ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വെണ്ടയായാലും എല്ലാം ഒരു 3-4 മൂട് മതി. ഇഷ്ടം പോലെ നമുക്ക് ഒരുപാട് വെച്ച് അവസരം വെണ്ടയ്ക്കൊക്കെ വെഴുക്കോട്ട് വെച്ച് മടുത്തിട്ട് അടുത്തുള്ള വീട്ടുകാർക്കും ഒക്കെ കൊടുക്കാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രമിച്ച് നോക്കണം. കുറച്ചൊക്കെ പച്ചക്കറികളൊക്കെ സ്വന്തം വീടുകളിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റണമെന്നാണ് പറയുന്നത്. വീടിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ലെങ്കിൽ സൈഡിൽ എവിടെയെങ്കിലും വെയിലുള്ളിടത്തോട്ട് നോക്കി വെച്ചാൽ മതി, ഗ്രോ ബാഗിൽ വെച്ചാൽ മതി. അല്ല, ഇച്ചിരി കൃഷിസ്ഥലം ഉള്ളവർ കുറച്ച് നന്നായിട്ട് ചെയ്ത് സ്വയം നമുക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറി നമ്മൾ തന്നെ ഉണ്ടാക്കണം. പിന്നെ ഉണക്കാവുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ അടിക്കണം, അത്രയൊക്കെ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. അതുകൊണ്ട് വീട്ടമ്മമാരോടൊക്കെ ഞാൻ പറയുന്നത്, നമുക്ക് എത്ര സമയമില്ലെന്ന് പറഞ്ഞാലും ഉച്ചയ്ക്കൊക്കെ കുറച്ച് സമയം കിട്ടാറുണ്ടല്ലോ, ആ സമയത്തെങ്കിലും നമ്മൾ കുറച്ച് പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണം. ഇപ്പം ഗ്രോ ബാഗൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഗ്രോ ബാഗിൽ കുറച്ച് എല്ലുപൊടിയും ചാണകപ്പൊടിയും മണ്ണും ഒക്കെ ചേർത്ത് അതിൽ നിറച്ച് നമുക്ക് വിത്തുകൾ വാങ്ങിക്കാൻ കിട്ടും. നല്ല ഇനം വിത്തുകളൊക്കെ വാങ്ങിച്ച് അതിൽ നട്ട് പിടിപ്പിക്കുക. നമ്മൾ തന്നെ കൃഷി ചെയ്ത് നമ്മൾ തന്നെ അതിൽ നിന്നൊരു വിളവെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് വസ്തുവൊക്കെ ഉള്ളവരാണെങ്കിൽ മണ്ണൊക്കെ നന്നായിട്ട് കിളച്ച് അതിൽ കുറച്ച് ചാണകപ്പൊടിയോ എല്ലുപൊടിയൊക്കെ ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് ചീര വിത്തൊക്കെ പാവി കൊടുത്താൽ ഇപ്പം നല്ല വെയിലുള്ള സമയമല്ലേ, ഇഷ്ടം പോലെ ചീരയൊക്കെ ഉണ്ടാവും. കുറച്ചൊരു ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. എല്ലാവർക്കും നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ കുട്ടികളെ പച്ചക്കറി നിർബന്ധമായും കഴിക്കാൻ പഠിപ്പിക്കണം. മിക്കവാറും രക്ഷകർത്താക്കൾ പറയുന്നേക്കാം കുട്ടികൾ പച്ചക്കറി കഴിക്കത്തില്ല, ചിക്കനും മീനും ഒക്കെ കഴിക്കുകയുള്ളൂ എന്ന്. ഡെയിലി ചിക്കൻ കൊടുത്താലുള്ള അവസ്ഥ കുട്ടിക്ക് ഭാവിയിൽ എത്രത്തോളം ദോഷം ചെയ്യുമെന്നുള്ളത് രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം. ആദ്യമൊക്കെ കഴിക്കാൻ കുട്ടി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണിക്കുമെങ്കിലും നമ്മൾ നിർബന്ധിച്ച് കുറേശ്ശെ കഴിച്ചവരെ പഠിപ്പിക്കണം. പിന്നീട് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി വരുമ്പോൾ അവർ കഴിച്ചോളും. അല്ലാതെ കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് കുട്ടികളെ ഒന്നും കൊടുക്കാതെ ഇരിക്കരുത്. പിന്നെ ഇപ്പോൾ ചക്കയെക്കുറിച്ച് പറഞ്ഞാണ് ഞാൻ ഇത്രയൊക്കെ പറയാൻ ഇടയായത്. വളരെ ഫൈബർ കണ്ടൻ്റുള്ള ഒരു ഫലമാണല്ലോ ചക്ക. ചക്ക സീസണിൽ നന്നായിട്ട് ചക്ക കഴിക്കണമെന്നാണ് ഞാൻ പറയത്തുള്ളൂ. ചോറ് കഴിച്ചില്ലെങ്കിലും ചക്ക കഴിക്കുക. അത് ചക്ക പല രീതിയിൽ പിന്നെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. ചക്ക പഴുത്ത ചക്കയൊക്കെ വരട്ടിയൊക്കെ സൂക്ഷിച്ച് പിന്നെ കുറച്ച് നാൾ ഉപയോഗിക്കാനൊക്കെ പറ്റും. ചക്ക ഉണക്കി വെക്കുന്നവരും ഉണ്ട് കുറേ നാൾ കഴിഞ്ഞ് ഉപയോഗിക്കാനൊക്കെ. അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തെല്ലാം പച്ചക്കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നമ്മുടെ വീട്ടിലും കുറേയൊക്കെ ഉണ്ടാക്കി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടാക്കാൻ എല്ലാ വീട്ടമ്മമാരും ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഒരുപാട് നീണ്ടു പോകുന്നുണ്ട്, തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ബൈ.